ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ യിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു 1-2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 1-2 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഒരു കിടിലൻ റെസിപ്പി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു കിടിലൻ റെസിപ്പി കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഐഷസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കിടിലൻ വ്ളോഗിലേക്ക് പോവാം. എനിക്ക് പൊതുവേ എരുന്ത് ഭയങ്കര ഇഷ്ടമാണ്. കല്ലുമ്മക്കായ അത്ര ഇഷ്ടമല്ല. അപ്പം എരുന്ത് വാങ്ങിക്കാനായിട്ട് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഇതുപോലെ കണ്ടപ്പം ഒന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ എരുന്ത് ഇല്ലയെന്ന് പറഞ്ഞു. എരുന്തെന്ന് പറഞ്ഞാൽ ക്ലാംസ് ആട്ടോ. അപ്പോൾ കല്ലുമ്മക്കായ കണ്ടപ്പം പിന്നെ അത്യാവശ്യം വലുപ്പമുള്ളത് കണ്ടപ്പം ഒന്ന് വാങ്ങിച്ചു. വലിയ വലുപ്പമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത സൈസുള്ള കല്ലുമ്മക്കായാണ്. പിന്നെ അത് അവർ ക്ലീനും ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ 1 കിലോ വാങ്ങിക്കുകയാണെങ്കിൽ തോടോട് കൂടിയിട്ട് 1 കിലോ വാങ്ങിച്ചിട്ട് പിന്നെ അവർ ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ കുറച്ച് കല്ലുമ്മക്കായ അവിടുന്ന് വാങ്ങിച്ചു. പിന്നെ അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് നൊങ്ക് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു സമയത്ത് അതൊക്കെ കാണുമ്പോൾ വേറൊരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട്, അത്ര ഇഷ്ടമല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഈ നൊങ്ക് വെറുതെ കഴിക്കുന്നതിലും ടേസ്റ്റ് അത് പാല് കൂട്ടിയിട്ട് ജ്യൂസ് അടിക്കുന്ന. അപ്പോൾ പിന്നെ കുറച്ച് വാങ്ങിച്ചിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അന്നേ ദിവസം തന്നെ പുതിയങ്ങാടി നേർച്ചയുടെ ഒരാഴ്ച മുമ്പ് ചെറിയ കൊടിയേറ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ അന്നാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ ആരും ഇല്ലായിരുന്നു. എല്ലാവരും ഈ കൊടിയേറ്റം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അമ്മാവിൻ്റെ വീട്ടിലാണ് എല്ലാവരും ഉണ്ടാവാറ്. അതിൻ്റെ തൊട്ടടുത്താണ് ഈ കൊടിയേറ്റത്തിൻ്റെ സ്ഥലമുള്ളത്. അപ്പോൾ ഞാൻ അമ്മാവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നില്ല. കുട്ടികളെ കൂട്ടിയിട്ട് ഇക്ക പോവാമെന്ന് പറഞ്ഞു. എല്ലാവരും നേർച്ച സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്താൻ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മാവിൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ എൻ്റെ കാക്കയുടെ വൈഫും ഞാനും കൂടി നിന്നു. ബാക്കി എല്ലാവരും നേർച്ച സ്ഥലത്തേക്ക് പോയി. പിന്നെ ഇതുപോലെ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പം പലരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതുപോലത്തെ പരിപാടികളൊക്കെ ആഘോഷിക്കാൻ പാടുണ്ടോ എന്നൊക്കെ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ട് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഒരു ഫങ്ഷൻ പോലെ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ചെറിയൊരു ഫംഗ്ഷനാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്കാണ് ശരിക്കുള്ള നേർച്ച വരുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കാവും. ഈ പുതിയങ്ങാടി ഭാഗത്തേക്കൊന്നും വരാൻ പറ്റാത്ത അത്രയും തിരക്കാകും. അപ്പോൾ ആ പടക്കം പൊട്ടിക്കുന്ന ആ ഒരു സമയത്ത് ഇത് നമ്മുടെ പുതിയ ചിക്കുവാണ് കേട്ടോ. നമ്മുടെ പണ്ടത്തെ ചിക്കു ചത്തു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. ചിക്കു എന്ന് തന്നെയാണ് പേര്. അപ്പം ആൾ ആദ്യമായിട്ടാണ് പടക്കം പൊട്ടിക്കുന്നത് കേൾക്കുന്നത് തോന്നുന്നു. അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് ആളാകെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം എല്ലാവരും തിരിച്ചു വരുവാണ്. പിന്നെ അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോയത് എൻ്റെ വീട്ടിലേക്ക്. ഈ ചായ കൊണ്ടുവരുന്നത് എൻ്റെ അമ്മാവിൻ്റെ മരുമകളാട്ടോ.
ഒരു യൂട്യൂബറാണ്, മാജീസ് വേൾഡ് എന്നാണ് അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. പിന്നെ സാധാരണ നേർച്ചയുടെ സമയത്ത് അമ്മാവൻ്റെ വീട്ടിലായിരിക്കും ഞങ്ങളെല്ലാവരും ഉണ്ടാവുക. അതിൻ്റെ തൊട്ടടുത്താണ് നേർച്ച സ്ഥലം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയി വരാൻ എളുപ്പമാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും അവിടുന്ന് ഇങ്ങോട്ടേക്ക് പറ്റില്ല വരാൻ. നേർച്ചയുടെ സമയത്ത് ഭയങ്കര തിരക്കാവും, വണ്ടികളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും പോവില്ല. വല്യമ്മ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇതുപോലെ നേർച്ച 3 ദിവസമാണ്. അപ്പോൾ 3 ദിവസം അമ്മാവൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. എന്നിട്ട് നേർച്ച കഴിഞ്ഞ ശേഷമാണ് നമ്മൾ തിരിച്ച് പോവാറ്. അപ്പോൾ ആ ഫംഗ്ഷന് കഴിഞ്ഞ ശേഷം ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇക്കയുടെ വീട്ടിലേക്ക് പോവും. ഞാൻ അവിടെ 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കല്ലുമ്മക്കായി റോസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പം നീർദോശയും കല്ലുമ്മക്കായി ആയിരുന്നു അന്നത്തെ ഡിന്നറ്. എനിക്ക് അതായിരുന്നു ഡിന്നറ്. പിന്നെ കുട്ടികൾക്ക് അന്ന് ഉപ്പാൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ ചെറിയ മക്കൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ, ചെറിയ സാധനങ്ങളാണെങ്കിൽ പോലും അത് ഇതുപോലെ ഗിഫ്റ്റ് പേപ്പറിൽ റാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഇവിടെ ഇക്കാക്ക, എൻ്റെ ബ്രദർ എപ്പോഴും എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഗിഫ്റ്റ് പേപ്പറിൽ റാപ്പ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. ഭയങ്കര ഹാപ്പിയാവും അവർ. പിന്നെ എനിക്ക് ഇതുപോലത്തെ ഐറ്റംസ് ഒന്നും വല്ലാണ്ട് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ദോശയും കല്ലുമ്മക്കായും കഴിച്ചത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം എന്നെ കാണാൻ വേണ്ടിയിട്ട് എളാപ്പയും വൈഫും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എളീമമാരാട്ടത്. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ റോസൂന് കളീൻ്റെ തിരക്കിൽ ഭക്ഷണം ഒട്ടും കഴിക്കില്ല. അപ്പം ഇക്കാക്കയുടെ വൈഫാണ് ഇതുപോലെ കളിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഭക്ഷണം വാരി കൊടുക്കാറ് സ്ഥിരമായിട്ട്. അപ്പോൾ അന്നത്തെ ആ ഒരു ഡേ ഭയങ്കരമായിട്ട് നല്ല രസമായിട്ട് തീർന്നു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് പാലപ്പം ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല, കാരണം രാവിലെ എണീറ്റപ്പോഴേക്കും കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടുള്ള പാലപ്പവും പിന്നെ പൊട്ടാറ്റോ സ്റ്റൂ ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അടിപൊളി സോഫ്റ്റായിട്ടുള്ള പാലപ്പവും നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പൊട്ടാറ്റോ സ്റ്റൂ ആയിരുന്നു. എന്താ പറയുക, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ആ ഒരു റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളന്ന് എരുന്ത് വാങ്ങിക്കാനായിരുന്നു പോയിരുന്നത്. അപ്പോൾ എരുന്ത് കിട്ടിയില്ല. അങ്ങനെ രാവിലെ ഉപ്പ പോയി നോക്കിയപ്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എരുന്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള എരുന്താണ്. അത് നന്നായിട്ട് കഴുകണം, അതിലെ മണ്ണൊക്കെ കളയണം. എന്നിട്ട് കുറഞ്ഞ വെള്ളത്തിൽ ഒന്ന് വേവിക്കാൻ വയ്ക്കുക. ഒരു 3-4 തവണ നന്നായിട്ട് കഴുകിയാലേ അതിലെ മണ്ണൊക്കെ പോവുള്ളൂ കേട്ടോ. അപ്പോൾ കുറഞ്ഞ വെള്ളത്തിൽ വേണം വേവിക്കാൻ. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ അത് മൊത്തം തുറക്കും, ഓപ്പണായി പോവും. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് ചേർക്കണ്ട കേട്ടോ, കാരണം ഇതിൽ ചെറുതായിട്ടൊരു ഉപ്പിന് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ചോറിൻ്റെ അരി ഉണ്ടല്ലോ, ഇത് വെള്ളക്കുറുവ അരിയാണ്. അപ്പോൾ നമ്മൾ ഏത് അരിയാണോ ചോറിനായിട്ട് എടുക്കുന്നത് അത് 1 കപ്പ് എടുക്കുക. പിന്നെ 1 കപ്പ് തേങ്ങ ചിരവിയതും വേണം. ഇനി ഇത് രണ്ടും വറുത്തിട്ട് പൊടിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആദ്യം നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കാം. അരി നന്നായിട്ട് വറുത്തിട്ട് നമുക്ക് പൊടിക്കാനുള്ള പരുവത്തിലാവണം കേട്ടോ. അതുപോലെ ഞാനിപ്പം എരുന്ത് ഓഫാക്കി വെച്ചിട്ടുണ്ട്, കാരണം 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ, നിർബന്ധമില്ല.
അപ്പോൾ അരി നന്നായിട്ട് ഇതുപോലെ വറവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാറി കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ ആയി കിട്ടിയാൽ മതി. വല്ലാണ്ട് പൊടിയണ്ട, എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള എരുന്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പോഴും ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ട് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 5-6 മിനിറ്റ് വേവിച്ച് വെച്ചാൽ തന്നെ അത് റെഡി ആവും. പിന്നെ ചില എരുന്തിന് കുറച്ചധികം സമയം എടുക്കും കേട്ടോ. എന്നിട്ട് ആ പാനിലേക്കാണ് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. വല്ലാണ്ട് ബ്രൗൺ കളർ ആവണ്ട. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ ചമ്മന്തിയുടെ പരുവത്തിൽ ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് അതുകൂടെ നമുക്ക് ഈ ഒരു മിക്സിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷമാണ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഫ്ലെയിം ഓൺ ആക്കുന്നത്. വല്ലാണ്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നുകൂടെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യുക. ഒന്ന് തിളച്ച ശേഷം നമുക്ക് അതൊന്ന് വറവിട്ട് കൊടുക്കുക. ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വറവിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട. നമ്മൾ ഈ മിക്സൊക്കെ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ഇതാ ഇത് കഴിക്കേണ്ടത് ഇതുപോലെയാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. കട്ടൻ ചായയുടെ കൂടെ കൂന്തൽ നിറച്ചൊക്കെ കഴിക്കുമല്ലോ, അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും. ഒരു സ്പെഷ്യൽ വിഭവമാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു വിഭവമാണ് ഈ ഒരു ഭാഗത്ത്. അപ്പം എല്ലാവർക്കും ഈ ഒരു റെസിപ്പി അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എരുന്ത് താളിച്ചത്. അപ്പോൾ വൈകിട്ടായപ്പം ഇക്ക വന്നു. അപ്പോൾ ഇക്ക വന്നപ്പം ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചൊരു സംഭവമാണ് നമ്മുടെ തുഞ്ചൻ പറമ്പ്. നമ്മുടെ തിരൂരിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു സ്ഥലമാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സ്മാരകമായിട്ടുള്ള തുഞ്ചൻ പറമ്പ്. അപ്പോൾ കുട്ടികൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നത് വെറുതെ ഒന്ന് പുറത്ത് പോകാമെന്ന്. അപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാമെന്നൊന്ന് വെറുതെ ഒരു കാറ്റ് കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ വലിയ സംഭവമായിട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയൊന്നല്ല. ഇവിടെ സാധാരണ ദിവസങ്ങളിൽ അങ്ങനെ ഒരുപാട് ആളുകളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നവരും അല്ലെങ്കിൽ വെറുതെ കുട്ടികളെ കൊണ്ട് വരുന്നവരും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് ഇവിടെ ചിത്രരചന മത്സരം അങ്ങനെ പല കോമ്പറ്റീഷൻസും നടക്കാറുണ്ട്. അതുപോലെ എഴുത്ത് മത്സരം, പിന്നെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഒരുപാട് ആളുകളും ഒരുപാട് ഫങ്ഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. കുട്ടികൾ കുറച്ച് നേരം അവിടെ കളിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം വൈകിട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഇത്രയേ ഉള്ളൂ. 2 ദിവസത്തെ കാര്യങ്ങളാണ് ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സർപ്രൈസ് വിന്നറെ സെലക്ട് ചെയ്യാം. നമ്മുടെ OJ മേക്ക് ഓവർ ഗിവ് എവേയിൽ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവർ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്നും അയച്ചു തരാത്തതുകൊണ്ട് ഒരാളെ കൂടി നമ്മൾ അവർക്ക് പകരമായിട്ട് സെലക്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേണ്ടിയിരുന്നത് ഞാൻ ഒരു മഞ്ചേരിയിൽ ഉള്ളൊരു യാത്രാ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ താഴെയായിരുന്നു കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. AKOJ സ്പേസ് നിങ്ങളുടെ പേര് എന്ന് വേണം കമൻറ്റ് ചെയ്യാമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കമൻറ്റ് ചെയ്ത ഒരാളെയാണ് നമ്മൾ വിന്നറായിട്ട് സർപ്രൈസ് വിന്നറായിട്ട് സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അവർക്ക് OJ മേക്ക് ഓവർ കൊടുക്കുന്ന ഒരു മേക്കപ്പ് കിറ്റാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. 5 പേർക്കാണ് മേക്കപ്പ് കിറ്റ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കി 4 പേരെയും നമ്മൾ മുമ്പേ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് അയച്ചും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ലക്കിസ്റ്റ് പേഴ്സൺ ആരെ നോക്കാം. അഫ്രിൻ തേഴ്സിനാണ് നമ്മുടെ 5ാമത്തെ OJ മേക്ക് ഓവർ വിന്നർ. അപ്പോൾ കൺഗ്രാറ്റ്സ് അഫ്രിൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് എനിക്ക് വാട്സപ്പിലൂടെ അയച്ചു തരാം കേട്ടോ.
അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഗിവ് എവേയും കഴിഞ്ഞു. ഇനി നമ്മുടെ നാലാമത്തെ ഗിവ് എവേ ആണ് ഇപ്പം സ്റ്റാർട്ടാക്കാൻ പോകുന്നത്. നാലാമത്തെ ഗിവ് എവേക്ക് ഗിഫ്റ്റൊക്കെ സ്പോൺസർ ചെയ്യുന്നത് എമിനാർക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ആണ്. അവരുടെ ഈ ഒരു ഡ്രസ് റിവ്യൂ വീഡിയോ ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ നമ്മുടെ ഐഷസ് കിച്ചനും എമിനാർക്കും കൂടി നടത്തുന്ന ഈ ഒരു ഗിവ് എവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എമിനാർക്ക് സ്പേസ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. സ്പെല്ലിങ് കറക്റ്റായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ എമിനാർക്കിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഐഷസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർ ഒട്ടും വിഷമിക്കേണ്ട. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർ എമിനാർക്കിൻ്റെ പേജ് ഫോളോ ചെയ്യുന്നതിന് പകരം നമ്മുടെ ഈ ഒരു വീഡിയോ ഒരു 1-2 വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ഷെയർ ചെയ്യുക. എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ വിന്നർ ആവുകയാണെങ്കിൽ അതെനിക്ക് അയച്ചു തന്നാൽ മതിയാകും കേട്ടോ. അപ്പോൾ വേറെ നല്ല അടിപൊളി വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്